ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡിഷുമായിട്ടാണ്. നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാനിന്ന് ചെറുപയർ വെച്ചൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അത് വേറൊന്നുമല്ല, അത് ചെറുപയർ ദോശയാണ്, അല്ലെങ്കിൽ ആന്ധ്രാക്കാരുടെ പെസരട്ട് ദോശ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയർ, 1/2 കപ്പ് പച്ചരി, പിന്നെ കുറച്ച് ഉലുവ. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 5-6 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് നമുക്ക് ദോശ ചൂടാവുന്നതാണ്. ഞാൻ രാത്രി കുതിർക്കാൻ ഇട്ടിട്ട് രാവിലെയാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പം നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നമ്മൾക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സാധാ ദോശയ്ക്ക് അരച്ച് വെച്ച് അതിനെ ഒരു ദിവസം മുഴുവൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ഇത് നല്ല രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഇളക്കി വെക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് ദോശ ചൂടാവുന്നതാണ്, കാരണം ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്. അപ്പം നമുക്ക് വേഗം ദോശ ചുട്ടാലോ? വായോ. അപ്പം കല്ലിൽ എണ്ണയൊക്കെ തേച്ച് നമുക്ക് ഇനിയിപ്പം ദോശമാവ് ചുടാവുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ദോശമാവ്. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. യൂട്യൂബിൽ കണ്ടു, അപ്പം ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വെച്ചു. വീട്ടിൽ ചെറുപയർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഉണ്ടാക്കി. ഞാനതുകൊണ്ട് കഴിക്കുകയോ ഇല്ലയോ, ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. എന്തായാലും നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നു. ഇതിൽ കുറച്ച് നമ്മൾ നെയ്യൂടെ ഒഴിക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരും. നല്ല ചൂടോടെ നമ്മളിത് കഴിക്കേണ്ടതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പം നമ്മളെപ്പോഴും ഒരു റൗണ്ട് ഷേപ്പിലല്ലേ ദോശ ഉണ്ടാക്കുന്നത്. വേറൊരു ഡിസൈൻ അതിന് പിടിച്ചാലോ? വേറെ ഒന്നുമല്ല, കുഞ്ഞിന് വേണ്ടി കേട്ടോ. ഒരു ഫ്രോക്ക് ദോശ. ഭയങ്കര ഡിസൈനൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഫ്രോഗിനെ ഡിസൈൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി പല ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രോഗിൻ്റെ, ആനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കാണുമ്പോൾ അവർക്ക് അത് കഴിക്കണമെന്ന് ഇഷ്ടമില്ലെങ്കിലും കഴിക്കണമെന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. ചെറുതായിട്ട് എൻ്റെ ഡിസൈൻ ഒന്ന് പാളിപ്പോയായിരുന്നു, അതുകൊണ്ട് ഫുൾ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വന്നൊരു ഒരു ഡിസൈൻ. എന്താ ഫൈനൽ റിസൾട്ട് എന്ന് പറയാം. അപ്പം ഞാൻ അതിൻ്റെ കണ്ണിന് വേണ്ടി 2 ഗ്രേപ്സ് വെച്ചു. അതാകുമ്പം കുഞ്ഞിനും ഇഷ്ടം, കുഴപ്പമില്ല. കുറച്ച് നെയ്യ് ഒഴിച്ച്. എങ്ങനെയുണ്ട് എൻ്റെ ഫ്രോക്ക് ഡിസൈൻ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇതിന് സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. ഉള്ളിച്ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കേണ്ട അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പം ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലേ? പക്ഷേ ഞാനതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഉള്ളിച്ചമ്മന്തി. ഇതിൻ്റെ കൂടെ അത് സൂപ്പറാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.